ഈശോയുടെ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സംഭവത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യർക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, സമൂഹത്തിന് ഏറ്റവും ഉന്നതിയിലുള്ള ഒരാളാണ്. ജായിറോസ് എന്ന് പറയുന്നത് ഒരു പ്രമുഖനായിരുന്നു. സമൂഹത്തിലെ സെനഗോഗ് അധികാരി എന്ന നിലയിൽ ഏറ്റവും മുകളിൽ നിന്ന ഒരു വ്യക്തി. രക്തസ്രാവക്കാരി സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെകളിൽ കിടന്നവരാണ്. അതായത് ഇത് ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തമ്പുരാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളവരാണ്. ഈശോ എല്ലാവർക്കും ഉള്ളവരാണ്. ഈശോ പ്രത്യേകിച്ച് അങ്ങനെ റിസർവ്ഡ് ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രത്യാശ ഈ വചനം നമുക്ക് തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ ജീവിതമോ ബാക്ക്ഗ്രൗണ്ടോ നമ്മൾ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നതെന്നോ ഇതൊന്നും ഒരിക്കലും നമുക്ക് കർത്താവിലേക്ക് വരാൻ ഒരു തടസ്സമൊന്നുമില്ല. കർത്താവ് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാനാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർക്ക്, ഏറ്റവും ഹൈ ലെവലിൽ മാത്രം നിൽക്കുന്നവർക്ക് മാത്രമൊന്നും ഉള്ളതല്ല ഈശോ. പുറകെ നിൽക്കുന്നവർക്കുണ്ട്. വലിയ പാപികൾക്ക് ഉള്ളവനാണ് ഈശോ. വലിയ സങ്കടം അനുഭവിക്കുന്നവർക്ക് ഉള്ളതാണ് ഈശോ. ഈശോ ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഉള്ളവനാണ് ഈശോ. പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മാറ്റി നിർത്തവർക്ക് വേണ്ടി. ആളുകൾ കുറേ പേര് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാ തരത്തിലും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ വെളുപ്പിൽ കൂടെയൊക്കെ ജീവിക്കുന്നത്, അങ്ങനെയുള്ളവർ കൂടെയാണ് ഈശോ. ഈശോ എല്ലാം പ്രത്യേകിച്ച് ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും സുഖമാക്കപ്പെട്ട ഒരവസ്ഥ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് ഈശോയെ തൊട്ടവരുണ്ട്. അതായത് ഈ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ പോയി തൊടുകയാണ് ചെയ്തത്. ഇനി ഈ ജായിറോസിന്റെ മകൾ ഈശോ തൊടുകയാണ് ചെയ്തത്. ഈ രണ്ട് കൂട്ടരും സൗഖ്യപ്പെടുന്നു. അതായത് ഈശോയെ തൊട്ടാലും ഈശോ തൊട്ടാലും നമുക്ക് സൗഖ്യം ഉറപ്പാണ്. ഈശോയുടെ സ്പർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ ഗെരസേനയുടെ നാട്ടിൽ വെച്ച് ഒത്തിരി ആളുകൾ ഈശോയ്ക്ക് ചുറ്റും കൂടുന്നു, ഒരുപാട് പേര് കൂടുന്നു. ഈ ജനക്കൂട്ടം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ അനുവദിക്കണമേ എന്ന് നമ്മളോട് വായിക്കുന്നു. എന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, തൊട്ട എല്ലാവരും സൗഖ്യപ്പെട്ടു. അങ്ങനെയാണ്. അതായത് ഈശോയെ തൊട്ടാൽ നമുക്ക് സൗഖ്യം ഉറപ്പാണ്. അതായത് പ്രിയപ്പെട്ടവരെ, പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗം ഈശോ ഇങ്ങനെ ഇതൊന്ന് ഭാവന കാണണേ. ഈശോ ഇങ്ങനെ പോവാണ്, കുറെ പേരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, ജനക്കൂട്ടം ഭയങ്കരമായിട്ട് ഈശോയുടെ പുറകെ പോവാണ്. അപ്പോഴാണ് ആ സമയത്താണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ വരുന്നത്. നമുക്കിത് വായിക്കാൻ എളുപ്പമാണ്, ഇന്നത് വായിച്ചു മടക്കി വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലേവ്യരുടെ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീ അല്ലെങ്കിൽ അങ്ങനെ ഒരാള് പാലിക്കേണ്ട ചില കാര്യങ്ങൾ, ചില നിയമങ്ങളുണ്ട്. അവള് അശുദ്ധയാണ്. രക്തസ്രാവക്കാരുമുള്ള സ്ത്രീ അശുദ്ധയാണ്. അവള് തൊടുന്നത് അശുദ്ധമാകും. അവൾ ആരെ തൊട്ടാലും അവൻ അശുദ്ധനാകും. അവൾ ഇരിക്കുന്നിടം, കിടക്കുന്നിടം, അവള് പെരുമാറുന്ന സ്ഥലം, ഇതെല്ലാം അശുദ്ധമാണ്. അപ്പൊ അവള് ലേവ്യരുടെ പുസ്തകത്തിൽ നിയമം പറയുന്നത് എങ്ങനെയാണ്? അവള് പുറത്തൊരു സ്ഥലത്ത് ജീവിക്കണം. എന്നിട്ട് 7 ദിവസം കഴിഞ്ഞ് അവളുടെ ഈ അശുദ്ധി, രക്തസ്രാവം മാറിയതിനു ശേഷം അകത്ത് വന്ന് അവള് കുളിച്ച് പുരോഹിതനെ കാണിക്കണം, പുരോഹിതന് തെളിവ് കൊടുക്കണം. അതിനുശേഷം മാത്രമേ അവളെ സമൂഹത്തിലേക്ക് സ്വീകരിക്കുന്നുള്ളൂ. അപ്പൊ ആ 7 ദിവസം അവള് മാറ്റി നിർത്തപ്പെടുള്ളൂ. പക്ഷെ ഇവളെ സംബന്ധിച്ച് 12 വർഷമായി, ഇത് 1-2 വർഷമായി, 12 വർഷമായിട്ട് ഇവളിങ്ങനെ മാറ്റി നിർത്തപ്പെടുള്ളതാണ്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, ഞാൻ ആദ്യം പറഞ്ഞു, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ളവനാണ് നമ്മുടെ തമ്പുരാൻ. അവർക്ക് വേണ്ടി കൂടെ ഉള്ളവനാണ്. ഇവിടെ ഇങ്ങനെ എല്ലാവരും മാറ്റി നിർത്താം. നമുക്ക് ചിന്തിക്കാം, ഈ സ്ത്രീക്കും സ്വാഭാവികമായിട്ടും ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവും, പ്രിയപ്പെട്ടവരുണ്ടാവും, കുടുംബമുണ്ട്, ഉറപ്പാണ്. പക്ഷെ ഈ 12 കൊല്ലമായിട്ട് ഇവൾക്ക് ആരുമില്ല. അത് ഈ ഒരു ഭീകരമായ യാഥാർത്ഥ്യമല്ലേ? ഒരു മനുഷ്യനും ഇല്ലാത്തൊരവസ്ഥ, എല്ലാവരും ഉണ്ടായിട്ടും എന്നാൽ ആരും ഇല്ലാത്തൊരവസ്ഥ, അത് ഭീകരമാണ്. അത് പല വേർഷൻ നമ്മളൊക്കെ കടന്നു പോകുന്ന അവസ്ഥ തന്നെ. എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്, പക്ഷെ ഒരു കാര്യത്തിനോട് എടുക്കുമ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യാശ തരുന്ന ഒരു വചനമാണിത്. അപ്പൊ ഇവൾക്ക് എല്ലാവരും ഉണ്ട്, പക്ഷേ ഇവൾക്ക് ആരുമില്ല. പക്ഷെ ഇവള് ചെയ്ത ഒരു റിസ്ക് നമ്മൾ എടുക്കണം. ഇവളെടുത്ത ഒരു റിസ്ക് ഉണ്ട്. അതാണ് വിശ്വാസത്തിന് വേണ്ടി ഈശോ പ്രശംസിച്ച ഒരു വിശ്വാസമാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഈശോ പ്രശംസിക്കാൻ കാരണം ഇവളുടെ വിശ്വാസത്തിന് വേണ്ടി എടുത്ത ഒരു റിസ്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ത്രീ ഇവളെ തൊട്ടാൽ, ഇവൾ ആരെങ്കിലും തൊട്ടാൽ
അവരും അശുദ്ധയാണ്, ഇവളും അശുദ്ധയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവള് മാറി താമസിക്കണം. അപ്പൊ ഇവളിങ്ങനെ ഈ ജനക്കൂട്ടത്തിന് അടുത്തേക്ക് വന്നാൽ അവള് ശിക്ഷാർഹയാണ്, അവളെ കൊന്നുകളയും. മോശയുടെ നിയമമനുസരിച്ച് അവളെ കൊല്ലണം, അവൾക്ക് വേറെ ശിക്ഷയൊന്നുമില്ല. അശുദ്ധിയുള്ള ഒരു വ്യക്തി, ഒരു പുരുഷനോ സ്ത്രീ ആരുമാട്ടെ, അവർക്ക് സമൂഹത്തിലേക്ക് വരാൻ ഒരവകാശമില്ല. അവർക്ക് സമൂഹത്തിന്റെ വിളിമ്പിൽ പോലും വരാനുള്ള അവകാശം അവർക്കില്ല. പക്ഷെ ഇവള് വന്നു, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവള് ഒരു പക്ഷേ ഇങ്ങനെ അല്ലേ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഷാള് കൊണ്ടൊക്കെ മറച്ചൊക്കെ ആരും ഇവളെ തിരിച്ചറിയാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് ഈശോയെ ഒന്ന് തൊട്ട്, ഈശോയെ തൊട്ടെന്ന് പോലെ പറഞ്ഞു, ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടു. അപ്പൊ അതിനർത്ഥം എന്ന് വെച്ചാൽ അവൾ അത്ര എങ്ങനെയോ തിക്കി തിരക്കി. അത് മാത്രമല്ല, ഇവിടെ ഈശോയുടെ അടുത്തെത്തി എന്നുള്ളതാണ്, തൊട്ടടുത്ത്. അപ്പൊ ഇവിടെ ഒരു കൗതുകരമായ കാര്യമുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട്, ആരാ എന്നെ തൊട്ടത്? പത്രോസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരാ നിന്നെ തൊടാത്തത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തിക്കി തിരക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു കൗതുകരമായ കാര്യമാണ്. തിരക്കിനിടയ്ക്ക് ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ഇവരൊന്നും തമ്പുരാനെ തൊട്ടിട്ടില്ല. അതായത് യഥാർത്ഥത്തിലുള്ള തൊടലെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെയുള്ള തൊടലാണ്. നമ്മൾ പള്ളിയിലേക്ക് ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പെരുന്നാൾ നടന്നു, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു, ഒരു ധ്യാനം കൺവെൻഷൻ നടന്നു, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു, ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ അവരെല്ലാവർക്കും ഒന്നും ഒരു സൗഖ്യാനുഭവം ഒന്നും കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരൊന്നും കൃത്യമായിട്ട് ഈശോയെ തൊടുന്നില്ല. ഈശോയെ തൊടണമെങ്കിൽ തൊട്ടടുത്ത് പോകണം, തൊട്ടടുത്ത് അനുഭവിക്കണം. ഇവിടെ ഇച്ചിരി ദൂരെയാണെങ്കിൽ, ഇവിടെ ഒരു തിരക്കാം, അപ്പോൾ ഇവിടെ ഇച്ചിരി പുറകിൽ നിൽക്കുവാണെങ്കിൽ ഈശോയെ തൊടാൻ പറ്റത്തില്ല. അപ്പൊ അതിനർത്ഥം ഇവള് റിസ്ക് എടുത്ത് ഈശോയെ തൊട്ടടുത്ത് ഫോളോ ചെയ്തു, തൊട്ടടുത്തുകൂടെ നടന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഈശോയെ തൊടാൻ പറ്റിയത്. വേറൊരു കഥാപാത്രം നമ്മൾ കണ്ടുപിടുന്നത് ലൂക്കായുടെ സുവിശേഷം 22, കുറച്ചുകൂടെ മറിച്ചാൽ നമുക്ക് വായിക്കാം. അത് പത്രോസാണ്. പത്രോസ് നമുക്കറിയാം 3 തവണ ഈശോയെ തള്ളി പറഞ്ഞു. തള്ളി പറയുന്നതിൻ്റെ മുകളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. ഈ അകലെയായി അനുഗമിച്ചിരുന്നത് കൊണ്ടാണ് പത്രോസ് തള്ളി പറഞ്ഞത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണേ, 2 കൂട്ടരെ നമ്മൾ കണ്ട്. ഒന്ന് ഈശോയുടെ അടുത്ത് അനുഗമിച്ചയാള്, പിന്നെ ഈശോയുടെ അകലെ അനുഗമിച്ചയാൾ. അകലെ അനുഗമിച്ച പത്രോസ് തള്ളി പറയണം. പക്ഷെ അടുത്ത് അനുഗമിച്ച ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടി. ഇത് എനിക്കും നിങ്ങൾക്കുള്ള വലിയൊരു പാഠമാണ്. നമ്മളെല്ലാ ദിവസവും പള്ളിയിലൊക്കെ വരുന്നുണ്ട്, ഞായറാഴ്ചകളിൽ പള്ളി വരുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ എവിടെയാണ്? നമ്മൾ തൊട്ടടുത്താണ്, ഈശോയുടെ തൊട്ടടുത്താണോ നിൽക്കുന്നത്, അതോ ഇച്ചിരി ദൂരമാണോ? മാനസികമായി നമ്മൾ അകലെയാണോ? അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിന് മുമ്പിൽ നിന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഇത്രയും വർഷങ്ങളിൽ ഞാൻ ഈശോയുടെ അടുത്താണോ അനുഗമിച്ചത്, അതോ എല്ലാവരും പോയതുപോലെ ഇങ്ങനെ അങ്ങ് സമൂഹത്തിനിടയ്ക്കുള്ള പോകാനൊക്കെ നമുക്ക് എളുപ്പമാണ്. എല്ലാവരും പള്ളിയിൽ പോകുന്നു, നമുക്ക് പള്ളിയിൽ പോകാം. എല്ലാവരും കൺവെൻഷന് പോകും, നമുക്ക് കൺവെൻഷന് പോകാം. എല്ലാവരും പെരുന്നാളിന് പോകുന്നു, നമുക്കും പെരുന്നാളിന് പോകാം. അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര എളുപ്പമാണ്, സമൂഹത്തിന് ഇടയ്ക്കൂടെ നടക്കാൻ. പക്ഷേ ഇങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം തൊട്ടടുത്ത് അനുഗമിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ ഈ സൗഖ്യം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തൊട്ടു, എല്ലാവരും തിക്കിത്തിറങ്ങി, പക്ഷെ ആർക്കും ഒന്നും കിട്ടിയില്ല. ആകെ ഈശോയെ തൊടാൻ, ഈശോയുടെ സ്പർശനം അനുഭവിക്കാൻ ശരിക്കും ഭാഗം കിട്ടിയത് ഈ പെൺകുട്ടിക്ക്, ഈ സ്ത്രീക്ക് മാത്രമാണ്. ഇവിടെ അതിനുശേഷം ഈ 4 സുവിശേഷം, ഞാൻ നിങ്ങൾ ഇതിനെപ്പറ്റി ഈ പ്രസംഗം ഒരുങ്ങിയപ്പോൾ ഞാനിങ്ങനെ നോക്കരുത്. ഈ 4 സുവിശേഷങ്ങളിൽ ഈശോ മോളെ എന്ന് ഒരാളെ വിളിച്ചത് ഇവിടെ മാത്രമേ ഉള്ളൂ. മകളെ എന്ന് ഈശോ സ്നേഹത്തോടെ വിളിച്ചത് ഒറ്റയാളെ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഈ പെൺകുട്ടി, ഈ സ്ത്രീ ഇവിടെ മാത്രം. പാരമ്പര്യം പറഞ്ഞ് ഇവളാണ് പിന്നീട്, ഈ സ്ത്രീയാണ് പിന്നീട് വേറോനിക്ക, ഈശോയുടെ മുഖം തുടയ്ക്കുന്ന വേറോനിക്ക ഈ സ്ത്രീയാണെന്നാണ് പാരമ്പര്യം പറയുന്നത്. അപ്പൊ അതായത് ഈശോ മോളെ എന്ന് വിളിക്കാൻ, ഈശോ അത്ര സ്നേഹത്തോടെ വിളിക്കാൻ. നമുക്കിങ്ങനെ ഒന്നുകൂടെ ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് അല്ലേ, ഈ ഒരു പക്ഷേ മോളെ എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോളെ, കുഞ്ഞെ, കൊച്ചെ എന്നൊക്കെ വിളിക്കുക സ്നേഹമുള്ളപ്പോഴാണ്. ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ, കുറെ പേരുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ അമ്മമാരൊക്കെ വിളിച്ചതാണ്. വേറെ ഇപ്പം ആരാ വിളിച്ചു? ചിലപ്പം വേറെ ഒന്നും ആരും അങ്ങനെ വിളിക്കാത്തതുകൊണ്ട്. ഞാനിവിടെ ഓർക്കണം, ഞാൻ എൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് ആശുപത്രിയിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൊച്ചു പെണ്ണോട്, നേഴ്സ്, അവളെന്നെ കാണാൻ വന്നു. ഞാൻ ബ്രദറാണ്. അപ്പം അവൾ എന്നോട് സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യം, അവളുടെ അമ്മ അവളെ ഒന്ന് മോളെ എന്നൊന്ന് വിളിച്ചിട്ടില്ലെന്നാണ്. അവൾ 3 മക്കളാണ്, സംഭവം മുഴുവൻ പറയാൻ നേരമില്ല. ഇവളോട് എന്തോ ഒരു പാർഷ്യാലിറ്റി ഉണ്ട്, ഇവിടെ ഇച്ചിരി സൗന്ദര്യക്കുറവൊക്കെ, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവള് പറയും, ഇവളെ ഒരിക്കലും മോളെ എന്നൊന്ന് വിളിച്ചില്ല. അത് ഒരു 10-25 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും അവളുടെ മനസ്സിൽ വലിയൊരു മുറിവാണ്. മോളെ എന്നൊന്ന് വിളിക്കാൻ ആരുമില്ല. അതൊരു വലിയ അവസ്ഥയാണ്. പക്ഷെ ഇവിടെ ഈ മൂടിപ്പോച്ച, അല്ലെ, ആരും കാണാത്ത വിധത്തിൽ വന്ന, ആരും
പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന ഈ സ്ത്രീയെ തമ്പുരാൻ മോളെ എന്ന് വിളിക്കുക. എന്ത് മനോഹരമാണ്! അതാണ് ഈശോ അടുത്തേക്ക് വന്നു കഴിഞ്ഞുണ്ടല്ലോ, സ്നേഹം കിട്ടാത്ത ആരെങ്കിലും ഒക്കെ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേ, ഇവിടെ മാത്രമേ സ്നേഹം കിട്ടുള്ളൂ. സ്നേഹത്തിന്റെ പൂർണ്ണത ഈശോയാണ്. ആ തമ്പുരാന്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ തമ്പുരാന് നമ്മളെ മനസ്സിലാകും. കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിക്കോ മക്കൾക്കോ അല്ലെങ്കിൽ വികാരിച്ചനോ വിശേഷനോ അയലോക്കാർക്കോ ഒന്നും നമ്മളെ മനസ്സിലാക്കാൻ വരത്തില്ല. പക്ഷെ കർത്താവിനെ എന്നെ മനസ്സിലാകും. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതാണ് ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. എൻ്റെ ഈശോ എന്നെ പറ്റിക്കത്തില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ വിശ്വാസം അതാ. ആരൊക്കെ എന്നെ ചതിച്ചാലും, ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ എന്നെ പറ്റിച്ചാലും എൻ്റെ ഈശോ എന്നെ പറ്റിക്കത്തില്ല. അതാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസം കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ അടുത്ത് അനുഗമിക്കണം. അടുത്ത് അകലെയൊന്നും പോരാ, അടുത്ത് ഈശോയുടെ അടുത്ത് നടക്കാൻ നമ്മൾ ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.